10ാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്. അധ്യായം 5 ത്രികോണമിതി. ടെക്സ്റ്റ് ബുക്കിൽ പേജ് 103 മൂന്നാമത്തെ ചോദ്യം. ഒരു ചതുരപ്പലക വികരണത്തിലൂടെ മുറിച്ച് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ മാറ്റിയടുക്കി ഒരു സമഭുജ ത്രികോണമുണ്ടാക്കണം. ഒരു പലകയുടെ വികരണത്തിലൂടെ മുറിച്ച് ഈ 2 കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമഭുജ ത്രികോണം നിർമ്മിച്ചു. ത്രികോണത്തിൻ്റെ വശങ്ങൾ 50 സെൻറ്റിമീറ്ററുമാകണം. ത്രികോണത്തിൻ്റെ ഒരു സൈഡ് 50 സെൻറ്റിമീറ്റർ ആവണം. എല്ലാ സൈഡുകളും 3 വശങ്ങളും 50 സെൻറ്റിമീറ്റർ ആവണം. ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയായിരിക്കണം? അങ്ങനെയെങ്കിൽ ഈ ചതുരത്തിൻ്റെ നീളം എത്ര എടുക്കണം, അതേപോലെ വീതി എത്ര എടുക്കണം? ഇതാണ് ചോദ്യം. ത്രികോണത്തിൻ്റെ ഒരു സൈഡ് 50 സെൻറ്റിമീറ്റർ, ഒരു സമഭുജ ത്രികോണമാണ്. അതിൽ ഈ ത്രികോണത്തിൽ ഒരു കോണ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ത്രികോണത്തിൽ ഇവിടെയുള്ള കോണും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ സമഭുജ ത്രികോണമായതുകൊണ്ട് അതിലെ ഒരു കോണ് 60 ഡിഗ്രി ആയിരിക്കും. 60ഉം 60ഉം 60ഉമാണ് 180 മാറുന്നത്. സമഭുജ ത്രികോണത്തിലെ ഒരു കോണ് 60 ഡിഗ്രി ആയതുകൊണ്ട് ഇതിലെ ത്രികോണത്തിലെ ഇവിടെയുള്ള കോണും 60 ഡിഗ്രി ആയിരിക്കും. 90 60 ആണെങ്കിൽ മൂന്നാമത്തെ കോണ് 30 ഡിഗ്രി ആയിരിക്കും. ത്രികോണത്തിലെ മൂന്നാമത്തെ കോണ് 30 ഡിഗ്രി ആയിരിക്കും. ഇവിടെയുള്ള ഈ കോണ് 30 ഡിഗ്രി ആയിരിക്കും. നമുക്ക് 3 കോണുകൾ കിട്ടി, 30 60 90. കോണുകൾ 30 60 90 ആണെങ്കിൽ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:√3:2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 50 സെൻറ്റിമീറ്റർ ആണ്. 90ന് എതിരെയുള്ള വശം 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 2 50 ആയിട്ട് മാറിയത്. അതായത് 2നെ 25 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 50 കിട്ടുന്നത്. 2 × 25 50. അപ്പോൾ 3നെയും 25 കൊണ്ട് ഗുണിക്കുക, 1നെയും 25 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 × 25 25, 3 × √3 × 25 25√3. അപ്പോൾ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 25√3ഉം 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 25ഉം ആയിരിക്കും. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 25√3ഉം 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 25 സെൻറ്റിമീറ്ററുമായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളം 25√3ഉം അതേപോലെ അതിൻ്റെ വീതി 25ഉമായിരിക്കും. നീളം 25√3ഉം വീതി 25ഉം.